എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം നാടകമാക്കി അവതരിപ്പിച്ചത് നൊമ്പരത്തിനൊപ്പം കാലികമായ കാസർഗോഡിന്റെ ജീവിതവും വരച്ചു കാണിക്കുന്നതായിരുന്നു. ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു നാടകം അരങ്ങേറിയത്. എൻഡോസൾഫാൻ എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് കാസർഗോഡ് ജില്ലയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്നും വടക്കേ മലബാറിന്റെ കണ്ണീരുമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്കൊപ്പം എൻഡോസൾഫാന്റെ നീറുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകയായ ദയാബായി. കൂടെ കൂടിയതാകട്ടെ എൻഡോസൾഫാൻ ബാധിതരും. ഇത് കഴിഞ്ഞ് 20 കൊല്ലം ഹെലികോപ്റ്ററിൽ കൂടെ ഈ മരുന്ന് എൻഡോസൾഫാൻ അടിച്ചുവിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വികൃത ജീവിതങ്ങൾ ജന്മം തുടങ്ങി. മൃഗങ്ങൾ, കുട്ടികൾ, 1.5 കാലുള്ള കുട്ടി, 2 തലയുള്ള പശുക്കുട്ടി, ഇങ്ങനെ കുറെ പേക്കോളം. ദൃശ്യ ടിവിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ദയാബായിയും കുട്ടികളും നാടകം അവതരിപ്പിച്ചത്. കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിച്ചവരുടെ ദുരിത ജീവിതം നൊമ്പരം ഉളവാക്കുന്നതെങ്കിലും കാലികമായ ഒരു പ്രമേയത്തിലുള്ള നാടക അവതരണം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.